നമസ്കാരം. JK മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലം കടക്കലിൽ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിന് മർദ്ദനം. വടക്കേവേലിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച അനുപമയുടെ ഭർത്താവായ സന്തോഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. CPM പ്രവർത്തകനായ മുകേഷാണ് മർദ്ദിച്ചത്. ഇലക്ഷന് ഇടതുപക്ഷത്തിന്റെ ഇലക്ഷൻ ചാർജ് മുകേഷിനായിരുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വടക്കേവേൽ വാർഡിൽ തോറ്റതിനെ തുടർന്ന് ഫലപ്രഖ്യാപന ദിവസം BJP സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനം ഉൾപ്പെടെ തടഞ്ഞിരുന്നു. തുടർന്ന് കുറ്റിക്കാട് ജംഗ്ഷനിൽ നിന്ന് സന്തോഷ് കുമാറിനെ അവിടെ എത്തിയ മുകേഷ് ആക്രമിക്കുകയായിരുന്നു. മുകേഷിനെതിരെ കടക്കൽ പോലീസ് കേസെടുത്തു. മുകേഷ് ചടയമംഗലം KSFയിലെ ജീവനക്കാരനാണ്. JK മീഡിയയ്ക്ക് വേണ്ടി റിപ്പോർട്ടർ ജ്യോതിക. മദ്യപിച്ച് എൻ്റെ വീട്ടിൽ വരികയും എന്നെ അസഭ്യം പറയുകയും എന്നെ മർദ്ദിക്കുകയും ഉണ്ടായിരുന്നു. ആ കേസ് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നാൾ ഒരു 10 ദിവസത്തോളം വീട്ടിൽ പോലീസ് പ്രൊട്ടക്ഷൻ മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വീട്ടിലെ ഈ ഭാഗത്തോട്ട് വരികയോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതിനുശേഷം പോലീസ് പ്രൊട്ടക്ഷന് അതെല്ലാം കഴിഞ്ഞ് പോയതിന് ശേഷം ഇദ്ദേഹം പല സമയങ്ങളിലും മദ്യപിച്ച് അദ്ദേഹത്തിൻ്റെ കാറിൽ വീടിൻ്റെ പരിസരത്ത് വരികയും നമ്മളെ കാർ കൊണ്ട് ഇടിക്കാവുന്ന രീതിയിലൊക്കെ ഡ്രൈവ് ചെയ്യുക, ഉറക്കെ പാട്ടൊക്കെ വെച്ചിട്ട് ഹോണൊക്കെ അടിക്കുക, അങ്ങനെ അത്തരം നിരന്തരം നമ്മളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഈ മുകേഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇത് പലപ്പോഴും ഞാൻ SIയും CIയെ ഞാൻ വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ വരുന്ന സമയത്ത് ഇത് വിളിച്ച് പറയുമ്പോൾ അവർ വരുന്ന സമയത്ത് ഇദ്ദേഹം കാർ എടുത്ത് അങ്ങ് കളയും. അപ്പോൾ അതുകൊണ്ട് ഇവർക്കത് കണ്ടുപിടിക്കാനോ മറ്റൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുമായി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ മുകേഷ് പാർട്ടി ഓഫീസിനകത്തിരുന്ന ആൾ എന്നെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയും എന്നെ അസഭ്യം പറയുകയും എന്നെ കഴുത്തിൽ പിടിച്ച് തള്ളി എൻ്റെ മുതുകത്ത് അടിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കടക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പറയാനുള്ളത്, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇങ്ങനെയുള്ള ഈ പ്രവർത്തകരെ, CPM പ്രവർത്തകരെ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് ഇവിടെ ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. നമസ്കാരം, ഞാൻ അനുപമ സന്തോഷ്, വടക്കേവേൽ വാർഡ് മെമ്പർ. ഞാൻ ഇലക്ഷൻ നിന്ന ടൈം തൊട്ട് എനിക്ക് CPMൻ്റെ പ്രവർത്തകരിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇലക്ഷൻ്റെ റിസൾട്ട് അറിഞ്ഞതിൻ്റെ അന്ന് തന്നെ വൈകുന്നേരത്ത് ഞങ്ങളുടെ ആഹ്ലാദ പ്രകടനത്തിനടുത്ത് ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ട് മുകേഷ് എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്ത് അത് കേസിൽ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്ത കാര്യമാണ്. ആ 10 ദിവസം ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ സമയത്ത് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുകേഷ് മദ്യപിച്ചിട്ട് കാർ എടുത്തു കൊണ്ടുവരികയും ഞാനും മോളും ഒക്കെ കടയിലോട്ട് പോകുന്ന ടൈമിലൊക്കെ വണ്ടി ചേർത്ത് റേസ് ചെയ്ത് കൊണ്ടുപോയി ഹോൺ അടിക്കുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഷൈൻ ചെയ്യലുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് അടുത്തൂടെ പോകുമ്പോൾ ഹസ്ബൻഡിനെ എങ്ങനെ റേസ് ചെയ്ത് വണ്ടി കൊണ്ടുപോയി തുറച്ച് നോക്കുകയും ഒക്കെ ചെയ്യും. കുറച്ച് ദിവസം അടുപ്പിച്ച് പാർട്ടി ഓഫീസിൽ കയറും ഇറങ്ങും. അങ്ങനെയൊക്കെ പാർട്ടി ഓഫീസും വീടും ഓപ്പോസിറ്റ് റോഡും ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ 7:45 ആയപ്പോൾ ഹസ്ബൻഡ് അവിടുന്ന് കേബിളിൻ്റെ കളക്ഷൻ്റെ കാര്യത്തിൽ ആദർശിനെ വിളിച്ചുകൊണ്ടിരുന്ന ടൈമിൽ മുകേഷ് വന്നിട്ട് എൻ്റെ ബാക്കിൽ അടിച്ചു. അപ്പോൾ ഈ കാറ് കൊണ്ടുവന്ന് ഇടയ്ക്ക് റേസ് ചെയ്യുന്നതും ഇങ്ങനെ ചെറിഞ്ഞ് നോക്കുന്നതും ഒക്കെ ഹസ്ബൻഡ് പോലീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസർ പറയുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷം ഒന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ വരുമ്പം പുള്ളിക്കാരൻ കാറും എടുത്തുകൊണ്ട് ഇത് എപ്പോഴും കുടിച്ചിട്ടാണ് ഈ വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റേസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നലെ പക്ഷേ ചേട്ടൻ പോയി ഈ അടിച്ച കാര്യം കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് SI വരികയും മുകേഷിൻ്റെ വീട്ടിൽ പോയി ചോദിക്കുകയും മുകേഷ് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായതുകൊണ്ട് പിറ്റേന്ന് രാവിലെ, അതായത് ഇന്ന് രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു നമ്മളും 10 മണിക്ക് സ്റ്റേഷൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി ഹസ്ബൻഡിൻ്റെ മൊഴിയൊക്കെ എടുത്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ജയം എന്തായാലും സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. ജനങ്ങൾ എനിക്ക് തന്ന ഒരു വിധിയാണ്. ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാനത് മുമ്പോട്ട് പോകും. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു നീതി കിട്ടണം. ഇങ്ങനെ ആയാൽ പറ്റില്ല.